ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആണ് ഇതുവരെ ഉണ്ടായ സീസണുകളിൽ വെച്ച് ഏറ്റവും മികച്ച റേറ്റിംഗ് ഉള്ളത്. അതൊരു മോശം പരിപാടിയാണെന്നൊന്നും പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. പിന്നെ മുൻപത്തെ സീസണെയും ഇതിനെയും താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ ഉണ്ടായിരുന്ന പ്ലെയേഴ്സിനെ പോലെയുള്ള ഒരാൾ പോലും, അത്രയും ഫയറുള്ള ഒരാൾ പോലും ഈ സീസണിലില്ല. മുൻപേയുള്ള സീസണിനെ പറ്റി പറഞ്ഞാലും അതിലൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സീസൺ 6 നടക്കുന്നത് കൊണ്ട് ഇതിനെപ്പറ്റി പറയുന്നു എന്നേ ഉള്ളൂ. എന്നാലും സീസൺ 6 കൂടുതലാണ് എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. സീസൺ 6 ഗെയിം കളിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് പറയാനുള്ള പേര് ജിൻഡോ തന്നെയാണ്. ജിൻഡോ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ തന്നെയാണ്. രണ്ടാമതായി ജാസ്മിൻ ഗബ്രി കോംബോ. ഒരു കോംബോ ഗെയിമാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരാളുടെ പേര് മാത്രം പറയാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ 3 പേരും ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളെന്ന് നമുക്ക് പറയാം. അതിപ്പോൾ എത്ര നെഗറ്റീവാണ് ഇവരെ പറ്റി പുറത്തെങ്കിലും കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവർ തന്നെയാണ്. പലപ്പോഴും ഇവർ ഉള്ളതുകൊണ്ടും ഇവരുടെ കോണ്ടന്റുകളിലുമാണ് പല മത്സരാർത്ഥികളും അവിടെ നിന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഷോ മുൻപോട്ട് പോകുന്നത് പോലും ഇവരുടെ കോണ്ടന്റുകൾ ഒന്നുകൊണ്ട് മാത്രമാണ്. തുടക്കത്തിൽ രതീഷ് ഉണ്ടായിരുന്നു, പിന്നെ റോക്കി, ഇവരൊക്കെ നന്നായിട്ട് ഗെയിം കളിച്ച മത്സരാർത്ഥികൾ തന്നെയാണ്. അതുപോലെ സിബിൻ നല്ല സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു. പിന്നെ സിജോ ഉണ്ട്, കൂടുതലൊന്നും പറയാറായിട്ടില്ല ഇപ്പോഴും. പിന്നെ സായിയുടെ കാര്യം ഇനി എന്തേലുമൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ അറിയില്ല. ഇതുവരെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. അഭിഷേക് ശ്രീകുമാറും ഒതുങ്ങി എന്ന് തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കുന്നുള്ളൂ. ജാൻമണി ഉണ്ടായിരുന്ന സമയത്ത് നോറയ്ക്ക് ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. എന്നാലും ഒരു ഇൻഡിവിജ്വൽ ഗെയിമറാണ് നോറ എന്ന് പറയാം. അർജുൻ ശ്രീതു കോംബോ എന്താകുമെന്നറിയില്ല. ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ മുടിയനും കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ വകയുള്ളൊരു മത്സരാർത്ഥിയായി തോന്നുന്നില്ല. അപ്സര, ശ്രീതു, റസ്മിൻ ഇവരൊന്നും ഒരു ഇൻഡിവിജ്വൽ ഗെയിമറായിട്ട് തോന്നിയിട്ടില്ല. ശ്രീരേഖയും ഏതാണ്ട് സെയിം തന്നെയാണ്. അൻസിബ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ്. ശരണ്യയും ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, എന്നാലും ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ എന്ന പദവിയിലോട്ട് എത്തിയിട്ടില്ല. ഓവറോൾ നോക്കുമ്പോൾ ഇപ്പോൾ ജിൻഡോയാണ് മികച്ചത്. എന്നാൽ കപ്പ് കൊണ്ടുപോകും എന്നൊന്നും തോന്നുന്നില്ല. അടുത്തത് ഗബ്രിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രേക്ഷക പിന്തുണ നേടാൻ കഴിഞ്ഞിട്ടില്ല. ജാസ്മിൻ്റെ കാര്യം എടുത്താലും എത്ര നെഗറ്റീവ് ആണെങ്കിലും ഗെയിം കളിക്കുന്നുണ്ട്. അവരുടെ ഗെയിമിനോടോ രീതികളോടോ ഒന്നും യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരും കപ്പ് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷ ആർക്കുമില്ല. ഇനിയും 50 ദിവസം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തു മാറ്റവും സംഭവിക്കാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.